ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയുടെ നവീകരണ ശുശ്രൂഷയായ അനുഗ്രഹം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സഹോദരങ്ങളെ, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടത്. പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം, ആത്മീയ വരദാനങ്ങളുടെ സ്വീകരണവും ഉപയോഗത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൂട്ടായ്മയെക്കുറിച്ചാണ്. ഈ കരിസ്മാറ്റിക് നവീകരണം അതിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് പങ്കുവയ്ക്കാനാണ് നിമിഷങ്ങളിൽ ആയിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 39-40 മുതലുള്ള തിരുവചനങ്ങൾ, അല്ലെങ്കിൽ 41 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്: അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാപൂർവം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹവുമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു നൽകി. അവർ ഏകമനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ അനുദിനം ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കരിസ്മാറ്റിക് നവീകരണം നമുക്കറിയാം. പന്തക്കുസ്ത തിരുനാളിലൂടെ ഒരു നവമായ പന്തക്കുസ്ത ലഭിച്ചപ്പോൾ അത് ഓരോ രാജ്യങ്ങളിലേക്കും കരിസ്മാറ്റിക് നവീകരണം കടന്നു വന്നു. ആ ധ്യാനം ആദ്യം ബോംബെയിലായിരുന്നു. മുംബൈയിൽ നിന്ന് കേരളത്തിൽ കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ ധ്യാനം നടക്കുകയുണ്ടായി. ആ ധ്യാനത്തിലേക്ക് പങ്കെടുത്തവർ പരങ്ങാന അസീസി ധ്യാന കേന്ദ്രത്തിലും അതുപോലെ തന്നെ പോട്ട ആശ്രമത്തിലും ധ്യാനം തുടങ്ങി. ആ ധ്യാനത്തിലൂടെ നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നവർ ഈ നമ്മൾ വായിച്ച് കേട്ട അപ്പോസ്തല പ്രവർത്തനത്തിലെ പോലെ അവർ ഒന്നിച്ചു കൂടിയത് എവിടെയായിരുന്നു? ഒരു ഇടവകയില്ല. അവരുടെ ഇടവകയിൽ നവീകരണ അനുഭവമുള്ളവരെ എല്ലാവരും ഒത്തുചേർന്നു. അവരെന്ത് ചെയ്തു? അവരൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. തങ്ങൾക്ക് ദൈവം നൽകിയ ഈ കൃപയോർത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. അവർ ഹൃദയലാളിത്യത്തോടെ അവർ ഭക്ഷിച്ചു. അങ്ങനെ ഒരു വലിയ സമൂഹം ചേർന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇടവകയിൽ നമുക്കറിയാം, നമ്മൾ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ എന്നാ സംഭവിക്കുന്നത്? ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഒരു കൂട്ടങ്ങൾ. പക്ഷെ കൂട്ടായ്മ രൂപപ്പെടുന്നത് നമ്മുടെ ഇടവകയിലാണ്. ഇടവകയിൽ എന്നും നമ്മൾ കാണുന്നവരെ എന്നും കാണും. അപ്പം നവീകരണ അനുഭവത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. എന്താ നമ്മുടെ വിളി, ദൗത്യം? നമ്മൾ അത് ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുകയാണ്: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ അഭിഷേകം കിട്ടിയവർ ആ ഒരു അജപാലന ദൗത്യം അവർക്കുണ്ട്. എന്താണ്? ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു കടപ്പാടുണ്ട് നമുക്ക്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നവമായ അഭിഷേകം നൽകിയിരിക്കുന്നത്. ഈ അഭിഷേകത്തിൽ നിറഞ്ഞ മക്കളെല്ലാവരും ഒന്ന് ചേർന്ന് ഒരു സ്നേഹസമൂഹമായിട്ട് ഒരു നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനും ഈ ഒരു സ്നേഹസമൂഹത്തിൽ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കും, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ലോകത്തിന് വേണ്ടി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരിയച്ഛനോട് ചോദിക്കും, അച്ഛാ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ആ കാര്യങ്ങൾ. അതുപോലെ കുടുംബങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി. ഇന്ന് യുവജനങ്ങളൊക്കെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ കടമയാണത്. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു ഇടവക എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ
അവിടെ ഒരു നല്ല കരിസ്മാറ്റിക് കൂട്ടായ്മയുണ്ട്. അത് തീർച്ചയാണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പാലാരൂപതയിൽ 171 ഇടവകളുണ്ട്. ഈ 171 ഇടവകളിലും സ്നേഹ സമൂഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രൂപത മുഴുവൻ നവീകരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഒരു ഇടവകയായി മാറും, നല്ല ഇടവകളായി മാറും. അതുവഴി ലോകം മുഴുവൻ നമ്മളുടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറും. സഹോദരങ്ങളെ, അപ്പോൾ അത് മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥന മാത്രമല്ല, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടുന്നു. നമുക്ക് കിട്ടിയ അനുഭവം അതിലൂടെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ വളരുന്നു, മറ്റുള്ളവരെ ആ അനുഭവത്തിലേക്ക് വളർത്തുന്നു. പണ്ട് അനുഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ വന്നവർ അടുത്ത തവണ വന്നില്ലെങ്കിൽ അവരെ അന്വേഷിച്ച് പോകും. എന്തുകൊണ്ടാണ്? വീണു പോയോ? അവർ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടായ്മയിലുള്ളവരുടെ സെലിബ്രേഷൻ, വിവാഹ വാർഷികം, അതുപോലെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കേക്ക് മുറിച്ചോ എന്തെങ്കിലുമൊക്കെ അവിടെ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് അങ്ങനെ പങ്കുവെച്ച്, അതാണ് ഈ ആദിമ സമൂഹം. ഈ ആദിമ സമൂഹത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ ഒരു വളർച്ചയിലേക്ക് നമ്മൾ കടന്നു പോകണം. അതാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു ഹൃദയം, ഒരു മനസ്സുമുള്ളവർ, ഒരാത്മാവുള്ളവർ, ഒരേ അഭിപ്രായമുള്ളവർ, അതാണ് കൂട്ടായ്മയുടെ. അല്ലെങ്കിൽ വെറും കൂട്ടങ്ങളാണ്, ഇന്ന് വരുന്നു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് പ്രധാനമായ സത്യത്തിൽ കരിസ്മാറ്റിക് നവീകരണം ഒരു വലിയ വൃക്ഷമാണെങ്കിൽ വൃക്ഷത്തെ നിലനിർത്തുന്നത് എന്താണ്? അതിൻ്റെ വേരുകളാണ്. ഈ വേരുകളാണ് ഇടവക സമൂഹങ്ങൾ, ഈ കൂട്ടായ്മകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ. ഇത് നമ്മുടെ ദൈനംദിന നമ്മുടെ കടമയാണിത്. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് അഭിഷേകം നൽകിയത്. അല്ലാതെ നമുക്ക് ഈ അഭിഷേകം സ്വീകരിച്ച് നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കുക, നമ്മളെ വളർത്തുക, നമ്മുടെ മക്കൾ വളരണം, അല്ലെങ്കിൽ നമ്മളെ സമ്പത്ത് വളരണം, ഇതല്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൂടെ നമ്മളുടെ അഭിഷേകം ചോർന്നു പോവുക മാത്രമല്ല, ഒരിക്കലും വളരുകയില്ല. കൊടുക്കും തോറുമാണ് വർദ്ധിക്കുന്നത്. കൊടുത്തില്ലെങ്കിൽ വർദ്ധിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ സ്നേഹം, ദൈവ സ്നേഹമാണ്. ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം. റോമ 5:5 പറയുന്നുണ്ട്, പ്രത്യാശമേ നിരാശരാക്കുന്നില്ല, എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് നിറയുന്നു, നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു. ആ കൂട്ടായ്മയെ നിലനിൽക്കുന്നില്ല, മറിച്ച് നമ്മൾ കുടുംബങ്ങളിലേക്ക് പോകുന്നു, രോഗികളെ സന്ദർശിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതിലൂടെ ഈ സ്നേഹം എല്ലാവരിലേക്കും പടരുന്നു. ഇതാണ് ദൈവരാജ്യം, ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ മിനിസ്ട്രികൾ, നമ്മുടെ സോണൽ സംവിധാനങ്ങൾ, സബ് സോൺ സംവിധാനങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ഇവിടെയെല്ലാം നമ്മുടെ മിനിസ്ട്രികളുണ്ട്. 9 മിനിസ്ട്രികൾ, 7 മിനിസ്ട്രികൾ. ഇപ്പോൾ ഈ 7 മിനിസ്ട്രികളിൽ ഏറ്റവും വലിയ നമ്മൾ അങ്ങനെ ഒന്ന്, കുട്ടികളുടെ ഒരു മിനിസ്ട്രി, ക്രിസ്ത്യൻ. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ നമ്മൾ സ്വഭാവം വാർത്തെടുക്കുന്ന എതിരാ. ഒരു 7 വയസ്സിന് മുമ്പ് അവർക്ക് എന്ത് കൊടുക്കുന്നോ അത് അവരുടെ ഉള്ളിൽ പതിയും. നമുക്കറിയാം, അടയ്ക്ക പോലെയല്ല, അടയ്ക്കാമരം നമുക്ക് മടി വെക്കാൻ പറ്റില്ല, അടയ്ക്ക വെക്കാൻ പറ്റും. നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിൽ തന്നെ വചനം പഠിപ്പിക്കണം, ഈശോ ആരാണെന്ന് പഠിപ്പിക്കണം, ഈശോയുടെ സ്നേഹം പങ്കുവെച്ച് കൊടുക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ. കുടുംബത്തിനുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയ്ക്കുണ്ട് കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ, അവർക്ക് ധ്യാനം കൊടുക്കുവാനായിട്ട്. അപ്പോൾ അതാണ് ക്രിസ്ത്യൻ മിനിസ്ട്രി. ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നല്ല കുഞ്ഞുങ്ങളുണ്ടായി എന്ത് സംഭവിക്കും? അവർ വലുതാകുമ്പോഴത്തേക്കും അവരെല്ലാ എടുത്തും കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറും. വചനത്തിന് സാക്ഷ്യം വഹിക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അടുത്താണ് യുവജനങ്ങൾ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, യുവജനങ്ങളെ സംബന്ധിച്ചോളം മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ വഴികളിലൂടെയൊക്കെ കടന്നു പോവുക. യുവജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം, മറ്റൊരു കാരണമുണ്ട്, അവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. ഒന്നീ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, അവരുടെ ഏതൊക്കെ മേഖലയിലാണോ അവർക്ക് സ്നേഹം കിട്ടാത്തത്, അല്ലെങ്കിൽ മുറിവേറ്റ മനസ്സ്,
ഈ കുഞ്ഞുങ്ങളെ, ഈ യുവജനങ്ങളെയൊക്കെ ദൈവസ്നേഹത്തിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ അവർ ഈ മറ്റ് തിന്മയിലേക്ക് പോവുകയില്ല, നശീകരണ പ്രവർത്തനത്തിലേക്ക് പോവുകയില്ല. അപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രി, യൂത്ത് മിനിസ്ട്രി നമുക്ക് വളരെ അത്യാവശ്യമാണ്. യുവജനങ്ങളെ ഈശോയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, മറ്റുള്ളവരെ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ കൂടെ ഈശോയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ യൂത്ത് മിനിസ്ട്രി. അതുപോലെ മറ്റൊരു കാര്യമാണ് കപ്പിൾസ് മിനിസ്ട്രി. നമുക്കറിയാം, നല്ല കുടുംബം നല്ല സമൂഹത്തെ വാർത്തെടുക്കും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ലയം, ഈ ലയമാണ് അവരിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളിലൂടെയാണ് നമുക്കറിയാം സമൂഹം വാർത്തെടുക്കുന്നത്. നാളെയുടെ എല്ലാ മേഖലയിലും ഇവർ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലുള്ള വചനത്തോട് ചേർക്കപ്പെട്ട ജീവിതം നയിക്കുന്നവർ എല്ലാ മേഖലയിലും വരണം. ഉദ്യോഗസ്ഥന്മാരുടെ മേഖലയിലും, സയൻറ്റിസ്റ്റിൻ്റെ മേഖലയിലും, ഡോക്ടർമാരുടെ മേഖലയിലും എന്ന് വേണ്ട സകല മേഖലയിലും. അതുപോലെ തന്നെ നമ്മൾ വൈദികരായിട്ട് സന്യസ്തരായിട്ടൊക്കെ വരുന്നത് നല്ല കുടുംബത്തിൽ നിന്ന്, ആധ്യാത്മികതയുള്ള കുടുംബത്തിൽ. സ്നേഹം അത് കുടുംബത്തിൽ നിന്നാണ്. നല്ല കുടുംബം ഉണ്ടെങ്കിൽ അവിടെ സമൂഹം നല്ലതായിരിക്കും. അപ്പം നല്ല കുടുംബത്തിൽ വന്നവരെ നമുക്കറിയാം ഓരോ മേഖലയിലും എത്രമാത്രം. അപ്പോൾ അതുകൊണ്ട് കപ്പിൾസ് മിനിസ്ട്രി, ഓരോ ഇടവക തലത്തിൽ കപ്പിൾസ് മിനിസ്ട്രി ഉണ്ടാകേണ്ടത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പാരിഷ് മിനിസ്ട്രി. പാരിഷ് മിനിസ്ട്രിയെ സംബന്ധിച്ചോളം പറയുമ്പോൾ നമ്മുടെ ഇടവകയിൽ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വേണ്ട രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതാണ് പാരിഷ് മിനിസ്ട്രിയുടെ കടമ. ഇടവകയിൽ അവർ സബ് സോണിലൊക്കെ ആണെങ്കിലും ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക, നല്ല നല്ല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, പിന്നെ ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് പാരിഷ് മിനിസ്ട്രി. ഇതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ. ഉദ്യോഗസ്ഥർ നമുക്കറിയാം ഇന്ന് എല്ലായിടത്തും അഴിമതി ഇവിടെ കുത്തരങ്ങായിരിക്കുക. ഉദ്യോഗസ്ഥർ ശമ്പളം മേടിക്കുന്നതല്ലാതെ അതിനപ്പുറത്തോട്ട് ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. എന്നെ ഇത്രയും പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി ഉദ്യോഗം തന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് എൻ്റെ ഈ ജോലി. ശമ്പളം മേടിക്കുന്നത് മാത്രമല്ല, സമൂഹത്തോട് കടമയും കടപ്പാടുമുള്ളൂ. അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ. ദൈവം തന്ന ആ കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും മറ്റുള്ളവരെ ആ ഒരു അനുഭവത്തിലേക്ക് നയിക്കുവാനും വളർത്താനും പിടിച്ചു നിർത്താനും ഉദ്യോഗസ്ഥ കൂട്ടായ്മ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനം നമുക്കറിയാം. കെറിഗ്മ മിനിസ്ട്രി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊക്കെ പ്രഘോഷിക്കുക, അവിടെ 1 to 1. നമുക്കറിയാം വലിയ സുവിശേഷ പ്രഘോഷത്തിനോ വലിയ കൺവെൻഷൻ്റെ ഒക്കെ കാലങ്ങൾ കഴിയാൻ പോവുക. ഇനിയിപ്പോൾ എങ്ങനെ വാതിക്കൽ പോയി മുട്ടുന്നു, ഡോർ ടു ഡോർ, 2 പേര് കടന്നു ചെല്ലുന്നു, വീടുകളിൽ അവരോട് ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നു. അവരെന്തെങ്കിലും പങ്കുവച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമായിട്ട് അവർക്ക് നമുക്ക് മറുപടി കൊടുത്ത് അവരെ ദൈവസ്നേഹത്തിലേക്ക്, അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റാൻ സാധിക്കുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് രോഗികളെ സന്ദർശനം, രോഗീ സന്ദർശനം. എത്രയോ രോഗികളാണ് ആശുപത്രികളിൽ വേദനിച്ച് കഴിയുന്നവർ. എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരുടെ അടുത്തേക്ക് കളഞ്ഞു നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം, നിനക്ക് വേണ്ടിയാണ് ക്രിസ്തു പീഡകളേറ്റത്, കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്, കർത്താവ് ജീവിതത്തിൽ ഇടപെടും എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് രോഗികളെ സന്ദർശിക്കാം. അടുത്ത ഒരു ഘട്ടമാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് സ്ട്രീറ്റ് മിനിസ്ട്രി. നമ്മൾ ഓരോ ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് ഓരോ കവലകളിലും ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന അനുഭവം. അത് പന്തക്കോസ്തുകാർക്ക് മാത്രമല്ല, അത് നമുക്കുമുണ്ട്. നമ്മളെയും പരിശുദ്ധാത്മാവ് അതിനായിട്ട് നയിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ കരിസ്മാറ്റിക് നവീകരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയിലൂടെ കടന്നു പോകുവാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം പരിശുദ്ധാത്മാവിനോട് അടിയറ വയ്ക്കുമ്പോൾ അവൻ നമ്മെ നയിക്കും. അതിനായിട്ടാണ് ഈ കരിസ്മാറ്റിക് നവീകരണം സഭയിൽ കർത്താവ് ഒരു പുതിയ വസന്തമായി നൽകിയത്. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നവമായ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാ അഭിഷേകം ഞങ്ങളിൽ വളർത്തണമേ. ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണോ, ഞങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
അങ്ങ് ഞങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ആ വഴിയിലൂടെ ഞങ്ങൾക്ക് പോകുവാനുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകണമേ. വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കി അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.